നമ്മൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മളല്ലേ ബിസ്ക്കറ്റ് നമുക്ക് രണ്ടാ ഓരോ ബിസ്ക്കറ്റ് വീഡിയോ കാണും, വീഡിയോയിൽ കാണും. ഓരോ ബിസ്ക്കറ്റ് എടുത്താക്കി തിരിച്ചുതരാം. ഹായ്, ഞാനിപ്പോൾ നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള നെടുകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ പുഴയോട് ചേർന്ന് ഒരു പാർക്ക് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പാർക്ക് വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ നെടുകുളം പുഴയും അതിനോട് ചേർന്നുള്ള പാർക്കിലേക്കുമുള്ള ഒരു പ്രവേശന കവാടം. ബിസ്ക്കറ്റ് താഴെ പോയല്ലേ ആമേതാണ് കുഞ്ഞാമ കണ്ണാടി പോലത്തെ വെള്ളം. പുഴയും പുഴയോട് ചേർന്നുള്ള പാർക്കും ശരിക്കും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം സുന്ദരമാക്കാൻ കഴിയുന്ന ഒരിടങ്ങൾ കൂടിയാണ്. പാർക്കിനോട് ചേർന്ന് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല പെയിൻറ്റിങ്ങുകൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുഴയോരത്ത് രാവിലെ വൈകുന്നേരമൊക്കെ ഇവിടെയുള്ള നാട്ടുകാർ നടക്കാനും വ്യായാമങ്ങൾ ചെയ്യാനൊക്കെ വരാറുണ്ട് അത്രേ. ഒരുപക്ഷെ അത് ഈ നാട്ടുകാരുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പാർക്ക് എന്നത് ഒരു വിശ്രമകേന്ദ്രം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ഒരു സാമൂഹിക കേന്ദ്രം കൂടിയാണ്. കുടുംബങ്ങളായി ഇവിടെ വന്നിരിക്കുന്നുണ്ട്, അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പച്ചമരങ്ങളും പൂക്കളും നിറഞ്ഞ ഈ പാർക്കിൽ കുട്ടികൾക്കായിട്ട് കളിസ്ഥലങ്ങളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മൾ ഇതുപോലെ കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കണം. അത് മനസ്സിന് നമുക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എവിടെയുള്ള ഒരു കുഞ്ഞു കുട്ടിയെ അതിൻ്റെ രക്ഷിതാക്കൾ കുട്ടിയോടെ തനിച്ചല്ല, അതിൻ്റെ ചേച്ചിയുണ്ട്. പക്ഷേ ഇന്നലെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടോ പോയി. ആ കുട്ടി അവിടെ നിന്ന് വീണ് കളിക്കുമ്പോൾ അതിനിടയ്ക്കൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരഞ്ഞതാണ് ഇപ്പോൾ കണ്ടത്. ബിസ്ക്കറ്റ് നമുക്ക് രണ്ടാ ഓരോ ബിസ്ക്കറ്റ് വീഡിയോയിൽ കാണും. ഓരോ ബിസ്ക്കറ്റ് എടുത്താക്കി തിരിച്ചുതരാം. ഇതുപോലെ സായാഹ്നങ്ങളിൽ പ്രകൃതിയോടൊപ്പം ചിലവഴിക്കുമ്പോൾ മനസ്സിന് ഒരു എന്തെന്നില്ലാത്തൊരു ആനന്ദം കിട്ടുന്നുണ്ട്. അസ്തമയ സൂര്യനെ ഇങ്ങനെ നോക്കിയിരിക്കുക, അസ്തമയ സൂര്യൻ്റെ വർണ്ണങ്ങൾ കാണുക, ഒരു തണുത്ത ഇളം കാറ്റ് അനുഭവിക്കുക. അതനുഭവിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു പാർക്കിലോ പുഴയോരത്തോ ഇങ്ങനെ ചെറുതായിട്ട് നടക്കുമ്പം മനസ്സിൻ്റെ ക്ഷീണമെല്ലാം ഒന്ന് മാറി നമുക്കൊരു ഉന്മേഷം കിട്ടും. അടുത്തതായി ഏതൻ നോബിൻ്റെ പ്രസംഗം. അങ്ങോട്ട് കയറി. ഏതൻ നോബ് 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ വന്ന് പറഞ്ഞോ. നമ്മൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മളല്ലേ ഈ സ്റ്റേഡിയം നമ്മൾ കൂടെ പഠിക്കുന്നത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ കുടുംബാംഗങ്ങളാണെന്നുമില്ല, സുഹൃത്തുക്കളായൊക്കെ ചേർന്ന് വന്നിരിക്കാം, സംസാരിക്കാം.
കുറേയേറെ സംസാരിക്കുക, കുറേ കാര്യങ്ങൾ പറയാം. അന്നത്തെ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ കുറേ മാസത്തെ ദിവസത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാരവും വിഷമവും ഒക്കെ നമ്മൾ ഒരുപക്ഷെ അവിടെ പൂർണ്ണമായിട്ടും അലിഞ്ഞ് തീരും. എപ്പോഴും നമ്മൾ ബിസിയാണ് എല്ലാവരും, മൊബൈൽ ഫോണുമായിട്ട് പോലെ ജോലി സംബന്ധമായിട്ടൊക്കെ. ഇതിനകത്തൊക്കെ നമുക്കൊരു കുറച്ച് സമയം വിട്ടു നിൽക്കുമ്പോൾ നമ്മളോട് തന്നെ അടുത്തിടപഴകുന്ന പോലൊരു ഒരവസ്ഥയാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം വായിക്കുക, ഒരു ചായ കുടിച്ചിരുന്നുകൊണ്ട് പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. ഒരു സായാഹ്നത്തിൽ നമ്മളൊരു പാർക്കിലൊക്കെ നടക്കുന്ന പോലെ ഉള്ള അതേ ഒരു മനസ്സിന് ആനന്ദം തരുന്ന ഒന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ. ഹാപ്പി ഹാപ്പി അല്ലേ? ഹാപ്പിയാ? ഹാപ്പി ഹാപ്പി അല്ലല്ലോ. എന്താ വേണ്ടത്? മനസ്സിലാവുന്നില്ലല്ലോ. ചുമയില്ലേ? തൊണ്ടവേനയില്ലേ? ചുമ രാത്രി ചുമച്ചാലെന്ന് ചെയ്യാ? സ്കൂളിൽ പോകണ്ടല്ലേ? ഇലയില്ലാത്ത മരങ്ങൾ.